നമസ്കാരം. നോർത്ത് ഈസ്റ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് നേരെ സൗത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണ്. ഇന്ന് പോകുന്ന ട്രെയിന് വലിയൊരു പ്രത്യേകതയുണ്ട്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന ട്രെയിനിലാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അതായത് അസാമിലെ ദിബ്രുഗഡിൽ നിന്നും തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസിലാണ് ഇന്നത്തെ യാത്ര. ഞങ്ങളിപ്പോൾ ഉള്ളത് അസാമിലെ തിൻസൂക്കി എന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ സുഹൃത്തായ വിനിച്ചേട്ടന്റെ റൂമൊക്കെ ഉള്ളത് അങ്ങ് അവിടെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഞങ്ങൾ ഇവിടെയായിരുന്നു. ഇവിടുന്ന് വിട്ടു പിരിയുമ്പം ഒരുപാട് വിഷമം തന്നെയല്ലേ? നല്ല വിഷമമുണ്ട് എന്ന് പറയാം. കാരണം വെച്ചാല് 2 ദിവസങ്ങളായിട്ട് ഞങ്ങൾ തന്നെയാണ് ഇവിടുന്ന് കുക്കൊക്കെ ചെയ്തത്. അതായത് ചിക്കൻ കറി ആക്കി, മട്ടൻ കറി ആക്കി, രാവിലത്തെ ഭക്ഷണമൊക്കെ ആക്കി. അപ്പൊ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ വിഷമമുണ്ടല്ലോ. അതെ. ഇനിയുണ്ടല്ലോ, നമ്മുടെ വണ്ടി ദിബ്രുഗഡ് റെയിൽവേ സ്റ്റേഷനിൽ വൈകിട്ടാണല്ലോ പുറപ്പെടുക. ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ് പോയി കയറുന്നത്. കാരണം വെച്ചാൽ ഇത് ഫുൾ ജേണി ആണല്ലോ. നമ്മുടെ വണ്ടി കടന്നു പോകുന്നത് തിൻസുക്കിയ വഴി തന്നെയാണ്. പക്ഷേ ഈ ഒരു റൂട്ട് ഉണ്ട്, ദിബ്രുഗഡ് തിൻസുക്കിയ റൂട്ട് പറഞ്ഞാൽ നല്ല മനോഹരമായ റൂട്ടാണ്. അത് രാത്രി നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ലല്ലോ. ഇവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ വിനോദനോടൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. പറയാൻ വാക്കുകളൊന്നും തന്നെ ഇല്ല. എന്താ പറയുക, കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഇതേ സ്ഥലത്ത് നിന്നു നമുക്ക് നല്ല രീതിയിൽ കുക്ക് ചെയ്താലും ഓൾറെഡി പറഞ്ഞു. പിന്നെ ഉണ്ടല്ലോ, വിനോദൻ ഇന്ന് ഇതേ നമ്മുടെ വിവേക് എക്സ്പ്രസിന് ഗുവാഹട്ടിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ട്രെയിൻ കാണാം അല്ലേ? ഇവിടെ എത്ര മണിക്ക് എത്തുന്ന വേണ്ടി? ഇവിടെ 8:20 ഞങ്ങൾ പോയിട്ട് ദിബ്രുഗഡ് പോയിട്ട് കുറച്ച് വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കേട്ടോ ഇവിടെ നിന്ന് കയറിയാൽ മതി കേട്ടോ. ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ അസാം ടൈപ്പ് വീടുകളാണ്. കൂടുതലും ഷീറ്റാണ്. പിന്നെ ഇതിലൂടെ സൈക്കിളൊക്കെ എടുത്തൊരു ചേട്ടൻ വരുന്നതാണ്. പിന്നെ ഇവിടെ കുറച്ച് പട്ടിക്കുട്ടന്മാരൊക്കെ ഉണ്ട്. ഈ അസാമിൻ്റെ, അതായത് നമ്മൾ നിന്ന ഈ ഒരു ഭാഗത്ത് ഒരുപാട് തെരുവ് പട്ടികളുണ്ട്. രാത്രിക്കൊന്നും ഇതിലൂടെ നടന്നു വരാനേ പറ്റില്ല. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗമില്ലേ, ഇവിടുന്ന് ന്യൂ തിൻസൂക്കിയ ജംഗ്ഷൻ്റെ ഭാഗത്തേക്ക് ഒരു 600 മീറ്റർ മാത്രമേ ഉള്ളൂ. വളരെ അടുത്ത് തന്നെയാണ്. ശരിക്കും നമ്മുടെ കേരളത്തിലൂടെയൊക്കെ നടന്നു പോകുന്നൊരു പ്രതീതി. ഞങ്ങൾക്ക് എന്തോ ആസാം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടല്ലേ? കേരളം പോലെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് ആസാം. കാരണം വെച്ചാൽ ഞങ്ങൾ ഈ ആസാമിൽ കഴിഞ്ഞ ദിവസം ഇതിൽ കൂടെ വണ്ടിയൊക്കെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരു വർഷം നമുക്ക് ഇഷ്ടപ്പെട്ട, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നല്ലോ കേട്ടോ. അത് എല്ലാം കൊണ്ട് അടിപൊളിയാണ് ആസാം. അങ്ങനെ നടന്ന് ന്യൂ തിൻസൂക്കിയ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലെത്തിയ. ഇനിയിപ്പോ ഇവിടുന്ന് 3:40 നമുക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത്. സ്റ്റേഷന്റെ പ്രധാനപ്പെട്ട എൻട്രൻസ് ഒക്കെ ഇതുവഴിയാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു റെയിൽവേ മ്യൂസിയം ഒക്കെ ഉണ്ട്. അതങ്ങ് അവിടെയാണ്. ട്രെയിൻ ഏകദേശം സ്റ്റേഷനിലേക്ക് എത്താനായി. ദിബ്രുഗഡിലേക്ക് പോകാനുള്ള ട്രെയിൻ വരികയാണ്. ഈ നഗരത്തിൽ 2 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ നിൽക്കുന്ന ന്യൂ തിൻസൂക്കിയ ജംഗ്ഷൻ, മറ്റൊന്നാണ് തിൻസൂക്കിയ ജംഗ്ഷൻ. അവിടുന്ന് നഹർലഗുണ്ടിലേക്ക് പോകുന്ന എക്സ്പ്രസ് ആണിത്. അതായത് ഈ നഹർലഗുണ്ട് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിന് അടുത്തുള്ള സ്ഥലമാണ്. ഞങ്ങളിതിൽ കറന്റ് ബുക്കിംഗ് വഴിയാണ് ടിക്കറ്റ് എടുത്തത്. D1 ആണ് നമ്മുടെ കോച്ച്. ദിബ്രുഗഡിലേക്ക് സെക്കൻഡ് സീറ്റിങ്ങിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 50 രൂപയാണ്. ഈ റൂട്ടിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ. പ്രധാനമായും തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. പിന്നെ റോഡും റെയിൽ ട്രാക്കും ഒരേപോലെ തന്നെയാണ് ദിബ്രുഗഡ് വരെ പോകുന്നത്. അസാം ട്രങ്ക് റോഡൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് അസാം ട്രങ്ക് റോഡ്. അതായത് റോഡും റെയിൽ ട്രാക്കും അത്ര അടുത്താണ്. തിൻസൂക്കിയെന്ന് ദിബ്രുഗഡ് ഭാഗത്തേക്ക് ബസ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് ബസ്സിൽ വരുന്ന ടിക്കറ്റ് ചാർജ് 90 രൂപയാണ്. 1 മണിക്കൂറിന് മുകളിൽ ബസ്സിൽ യാത്ര ചെയ്യാനുണ്ട്. ശരിക്കിത് കണ്ടുകൊണ്ട് പോകാൻ തന്നെ നല്ല രസമാണ്. ഞങ്ങൾ ഇതിലൂടെ ട്രെയിൻ കടന്നു പോകുന്ന കാഴ്ചകളൊക്കെ റോഡിൽ നിന്നുകൊണ്ട് പകർത്തിയിട്ടുണ്ട്. പണിത്തോള ടൗൺ, അതായത് ടൗണൊക്കെ അത്ര അടുത്താണിത്. ഇവിടെ സ്റ്റേഷൻ ഉണ്ട്, പക്ഷെ ഇവിടെ ഈ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല. പിന്നെ ഈ ഒരു ലൈൻ സിംഗിൾ ലൈനാണ്. അത്യാവശ്യം കുറച്ച് കടകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു 4:30 ആകുമ്പം തന്നെ ഇരുട്ട് വന്ന് തുടങ്ങും. ഇവിടെ ഇതാ മുഴുവനും തേയിലയാണ്. ഇതങ്ങ് ഒരുപാട് ഭാഗത്തേക്ക് വ്യാപിച്ചങ്ങനെ കിടക്കുകയാണിത്. ഈ ട്രെയിനിൽ പോകുമ്പോൾ ഈ തേയിലത്തോട്ടം കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ നല്ല രസമാണ്. ഇവിടെ റോഡിനോട് ചേർന്ന് തന്നെ തേയിലയും കൂടെ കാണാം.
എന്ത് രസമല്ലേ കാണാൻ, നല്ല പച്ചപ്പാണതാ. അങ്ങനെ യാത്ര ചെയ്ത് ദിബ്രുഗഡിലേക്ക് എത്തിയേ. ഇതാണ് ദിബ്രുഗഡ് റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷന്റെ പ്രധാനപ്പെട്ട എൻട്രൻസ് ഒക്കെ ഇതുവഴി തന്നെയാണ്. ഇപ്പൊ സമയം വൈകുന്നേരം 5:15. ഈ സമയത്ത് തന്നെ നല്ല ഇരുട്ട് വന്നില്ലേ അല്ലേ? നോർത്ത് ഈസ്റ്റിൽ എവിടെ വന്നു കഴിഞ്ഞാൽ 4:30 കഴിഞ്ഞാൽ തന്നെ നല്ല ഇരുട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേഷനിലെ ഇവിടുന്ന് 6 കിലോമീറ്റർ മാറിയിട്ടാണ് സിറ്റിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത് ഈ ദിബ്രുഗഡ് വഴിയാണ്. ഞങ്ങൾ 2022 വന്ന സമയത്ത് ഇവിടുന്ന് വേറൊരു സ്റ്റേഷൻ കൂടി ഉണ്ട്, അതായത് ദിബ്രുഗഡ് ടൗൺ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ആ സ്റ്റേഷൻ ഇല്ല കേട്ടോ, അതൊക്കെ അടച്ചു പൂട്ടി. സ്റ്റേഷനിൽ ടൗൺ ഭാഗത്തേക്ക് ഓട്ടോ സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡൊക്കെ. അപ്പം നമുക്ക് ഇന്ന് കന്യാകുമാരിയിലേക്ക് പോകാനുള്ള വിവേക് എക്സ്പ്രസ് ദിബ്രുഗഡ് റെയിൽവേ സ്റ്റേഷനിൽ പുറപ്പെടുക രാത്രി 7:35 ഇനിയിപ്പോൾ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാം. എന്നിട്ട് ഇന്ന് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വണ്ടി പുറപ്പെടുക നോക്കാം. മിക്കവാറും 3 ആകാനാണ് സാധ്യത. ദിബ്രുഗഡ് സ്റ്റേഷന്റെ കോഡ് DBRG എന്നാണ്. ഇവിടെ ആകെ 4 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇതേ നമുക്കിന്ന് പോകാനുള്ള വിവേക് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 3 ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. ഇന്ന് ഡീസൽ അല്ല ലോക്കോമോട്ടീവ്, ഇലക്ട്രിക് ആണ്. സിലിഗുഡി ലോക്കോ ഷെഡിന്റെ WP7 ആണ് ഇന്ന് ലോക്കോമോട്ടീവ് ആയിട്ടുള്ളത്. ഈ ട്രെയിനിന്റെ കാര്യം പറയുമ്പോൾ ഇതിന് ലോക്കോ റിവേഴ്സൽ ഉണ്ട്. വിശാഖപട്ടണത്തു നിന്നാണ് ലോക്കോ റിവേഴ്സൽ ഉള്ളത്. പിന്നെ ഇതിന്റെ കോച്ചുകളുടെ എണ്ണം പറയുവാണെങ്കിൽ 4 അൺറിസർവ്ഡ് കോച്ചുകളാണ് ആകെ ഉള്ളത്. 2 മുന്നിലും 2 പുറകിലും, 7 സ്ലീപ്പർ ക്ലാസ്, 6 തേർഡ് AC, 2 സെക്കൻഡ് AC അങ്ങനെയാണ്. ഇവിടെ ഇതാ ദിബ്രുഗഡ് കന്യാകുമാരി എന്നൊക്കെ പറഞ്ഞ് എഴുതിയതൊക്കെ കാണാം. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് ഇതിൻ്റെ സെക്കൻഡ് AC ആണ്, A1. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും പുറകിലാവാനാണ് സാധ്യത. ഇവിടെയൊക്കെ അൺറിസർവ്ഡ് ആണ്. ഇതിലൊന്നും ഇതുവരെ ആരും വന്ന് കയറിയിട്ടൊന്നുമില്ല. വണ്ടി എന്തായാലും ഇന്ന് നേരത്തെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. സ്ലീപ്പർ ക്ലാസ്സിലെ ഇത് S6 തന്നെ ആകാനാണ് സാധ്യത, അത് വ്യക്തമല്ല. അപ്പോൾ ഇവിടെ ഒരു ഇംഗ്ലീഷ് ബോർഡ് ഉണ്ട്, ദിബ്രുഗഡ് കന്യാകുമാരി. ഇവിടുന്ന് കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ ട്രെയിനിന്റെ നമ്പർ വരുന്നത് 22-504 ട്രെയിനിന്റെ ഏറ്റവും പുറകിൽ 2 എക്സ്ട്രാ കോച്ചുകളുണ്ട്. പിന്നെ ഇവിടെയാണ് വിവേക് എക്സ്പ്രസിന്റെ ഒരു ബോർഡൊക്കെ ഉള്ളത്. നടുഭാഗത്തായിട്ട് കാണുന്നത് കാണ്ടാമൃഗത്തിന്റെ ഒരു ചിത്രമാണ്. ഏറ്റവും മുകളിൽ കാണുന്ന ഭാഷ അസാമീസ്, പിന്നെ ഹിന്ദി, പിന്നെയാണ് ഇംഗ്ലീഷ് വരുന്നത്. നമ്മുടെ A1 കോച്ച് ഉള്ളത് ഈ പുറകിലല്ല, നടുക്കാണ്. അതായത് പാൻട്രി കോച്ചിന്റെ ആ ഭാഗത്താണ് അത് വരുന്നത്. വിവേക് എക്സ്പ്രസിന്റെ അൺറിസർവ്ഡിലേക്കൊന്നും ഇതുവരെയായിട്ട് ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടേ ഇല്ല. കാരണം ഇപ്പോൾ 6 മണി ആയതേ ഉള്ളൂ. ട്രെയിൻ പുറപ്പെടാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. ഈ ദിബ്രുഗഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് തന്നെ 3 രാജധാനികളാണ് സർവീസ് ഉള്ളത്. ഇന്ന് തന്നെ 2 ഉണ്ട്. ഒന്ന് 7:55 ഉണ്ട്, 8:50 ഉണ്ട്. ഈ അൺറിസർവ്ഡ് കോച്ച് ഇതാ മുഴുവൻ ഇപ്പം കാലിയാണ്. ആരും തന്നെ ഇവിടെ വന്നിട്ടില്ല. ഗുവാഹട്ടിക്ക് ശേഷം ഈ ഒരു അൺറിസർവ്ഡിന്റെ ഒക്കെ കോല എങ്ങനെ ആയിരിക്കും അല്ലേ? ഒന്നും പറയുന്നില്ല. നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഭയാനകം നമുക്ക് പറയാമല്ലോ. ഈ അൺറിസർവ്ഡില് മുഴുവൻ യാത്ര ചെയ്യാൻ എനിക്ക് ധൈര്യമുണ്ടോ? എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് യാത്ര ചെയ്യുന്ന വലിയ വിഷയമൊന്നുമില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഇപ്പോഴും പൈസ ഉണ്ടായിട്ടും സ്ലീപ്പർ ക്ലാസ്സിലും അൺറിസർവ്ഡിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിലൊക്കെ കയറിയിട്ട് യാത്ര ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ കിട്ടും. ഞാൻ എന്റെ പേഴ്സണൽ വേറൊരു കാര്യം കൂടി പറയാം. ഇതിൽ യാത്ര ചെയ്യാത്ത മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒന്നങ്ങനെ സേഫ്റ്റി കുറവ്, വൃത്തിയില്ലായ്മ, ഈ ട്രാൻസ്ജെൻഡർ വന്നിട്ട് തല്ലലും പിടിക്കലും, അതൊക്കെ കൊണ്ടാണ് എന്താ പറയാ യാത്ര ചെയ്യാൻ. ഇതിൽ മാത്രമല്ല സ്ലീപ്പർ ക്ലാസ്സിലുണ്ടാവും സമാനമായ അവസ്ഥ തന്നെ. ഈ മുൻഭാഗത്തേക്ക് തേർഡ് AC ആണ്. ഇത് A2 കോച്ചാണ്. നമുക്ക് യാത്ര ചെയ്യാനുള്ള 2019 നിർമ്മിച്ച A1 കോച്ച് ഇതാണ്. ഇതിന്റെ അകത്തേക്ക് ഇപ്പോഴേ കയറുന്നില്ല, ലേറ്റ് ഒന്നും വന്നിട്ടില്ല. ഇതിന്റെ തൊട്ട് മുന്നിലുള്ളത് പാൻട്രിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്ലീപ്പർ ക്ലാസ്. നമ്മുടെ കോച്ചിലങ്ങനെ ലൈറ്റും AC ഒക്കെ ഓണാക്കിയേ നമ്മൾ തന്നെയാണ് ആദ്യം കയറിയത്. പിന്നെ ഈ സെക്കൻഡ് AC ഈ കയറി വരുന്ന ഇവിടെ തന്നെ 2 പേർക്ക് മാത്രമുള്ള ഒരു ഭാഗമുണ്ട്. ഇവിടെ കിട്ടിയാലും അടിപൊളി തന്നെയാണ്. മറ്റുള്ള ആൾക്കാരുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഒരു ടേബിളൊക്കെ ഉണ്ട്. AC ഇപ്പോൾ ഓണാക്കിയതേ ഉള്ളൂ, കൂളിംഗ് ആയി വരുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ബെർത്ത് സൈഡിൽ ഓവറും സൈഡ് അപ്പുറമാണ്. 23ഉം 24ഉം അതിതാ ഇവിടെയാണ്. ഒരു സൈഡ് അപ്പർ ഇതാ, ഒരു സൈഡിൽ ഓവർ ഇതാ. ഈ സൈഡിൽ ഓവറിനൊരു പ്രത്യേകതയുണ്ട്. എന്താ അറിയോ? നമുക്ക് ആ ഒരു സാധനം ഇങ്ങോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഒരു കുറച്ചും കൂടെ വിശാലമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. സെക്കൻഡ് AC യും തേർഡ് AC യും തമ്മിലുള്ള മെയിൻ ഒരു വ്യത്യാസം ബെർത്തുകളുടെ വീതി തന്നെയാണ്. ലോവർ ബെർത്തിന്റെ ആ ഒരു വീതിയൊക്കെ കണ്ട, പിന്നെ കർട്ടനും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ടാവും. പ്രൈവസിയാണ് മെയിനായിട്ട് സെക്കൻഡ് AC യിലുള്ളത്. ഈ ഒരു 4 പേർക്കുള്ള ഒരു ഭാഗം, അതായത് തേർഡ് AC യിലാണെങ്കിൽ ഇവിടെ 6 ബെർത്ത് ഉണ്ടാവും, ഇവിടെ 4 മാത്രമേ ഉണ്ടാവുള്ളൂ. സൈഡ് അപ്പറിന്റെ അവിടെയും കർട്ടൻ ഉണ്ട്, സൈഡ് ലോവറിന്റെ അവിടെയും കർട്ടൻ ഉണ്ട്. വിവേക് എക്സ്പ്രസിലേക്ക് ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് വളരെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾ 2 മാസം മുന്നെയാണ് ഇതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആദ്യം തേർഡ് AC എടുത്താലോ എന്നാണ് വിചാരിച്ചത്. പിന്നെന്താ ചെയ്യാ, തേർഡ് AC എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. 6 AC എല്ലാം കൂടി ഒച്ചപ്പാട് ബഹളായതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു വന്നാൽ പിന്നെ പ്രൈവസി ഒക്കെ നോക്കിയിട്ട് സെക്കൻഡ് AC തന്നെ ആകാന്ന് കരുതി ഇവിടുന്ന് ദിബ്രുഗഡിന്ന്
കന്യാകുമാരി വരെ 4625 രൂപയാണ് സെക്കൻഡ് എ സിക്ക് ഒരാൾക്ക് ഒന്ന് ചാർജ്. ডিব্ৰুগড় কন্যাকুমাৰী বিবেক এক্সপ্ৰেছ ভায়া ডিমাপুৰ লামডিং গুৱাহাটী গোৱালপাৰা টাউন সন্ধিয়া 7 বজাত 35 মিনিটত 3 নম্বৰ প্লেটফৰ্মৰ পৰা সঠিক সময় এৰিব. അങ്ങനെ വലിയൊരു യാത്ര ഇതാ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ദിബ്രുഗഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കറക്റ്റ് 7:35 തന്നെ ട്രെയിൻ എടുത്തു. ദിബ്രുഗഡിനും കന്യാകുമാരിക്കും ഇടയിൽ ഈ ട്രെയിൻ ആകെ 57 സ്റ്റോപ്പുകളാണുള്ളത്. രാജധാനിയാണിത്. ഇത് മറ്റൊരു രാജധാനി. 2 രാജധാനികളുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇനി അടുത്ത സ്റ്റോപ്പ് ന്യൂ തിൻസുക്കിയ. സെക്കൻഡ് എ സി എടുത്താലുള്ള പ്രൈവസിയാണ് ഈ കാണുന്നത്. സൈഡ് ലോവർ ആയാലും സൈഡ് അപ്പറിൻ്റെ ഭാഗത്തായാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാം. മറ്റുള്ള ആൾക്കാരുടെ ശല്യം എന്തായാലും ഉണ്ടാവില്ല. തിൻസുക്കിയിൽ നിന്ന് ദിബ്രുഗഡിലേക്ക് വരുന്ന ഭാഗത്തെ കാഴ്ചകളൊക്കെ നേരത്തെ പകർത്തിയത് എന്തായാലും ഉപകാരമായി. കാരണം ഇപ്പം നല്ല ഇരുട്ട് വന്നല്ലോ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പായ ന്യൂ തിൻസുക്കിയ ജംഗ്ഷൻ എന്നാണ് വിനുവേട്ടൻ കയറുന്നത്. ഞങ്ങൾക്ക് രാത്രി കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ വിനുചേട്ടൻ തന്നെയാണ് കൊണ്ടുവരുന്നത്. ട്രെയിൻ ഇപ്പോൾ ചബ്ബുവ എന്നൊരു സ്റ്റേഷനിൽ നിർത്തിയ ഒരു ട്രെയിൻ വരാനാണ്. കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ്. ഇതിന്ന് ഓൺ ടൈം ആണ്. ഏതാണ് അങ്ങനെ ഫോണടിച്ച് വരുന്നത്? അസാം ട്രങ്ക് റോഡാണ് ഈ കാണുന്നത്. ശരിക്കും ഇതൊക്കെ ഓൺ ടൈമിന് ഓടി എത്തുന്നില്ലേ അല്ലേ? അതന്നെ ഏറ്റവും വലിയൊരു കാര്യം. ഇവിടുന്ന് അണ്ടർസേവിലൊക്കെ കയറാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്നാണ് ലീഡോ തിൻസുക്കിയ ജംഗ്ഷനിലേക്കുള്ള ലൈനൊക്കെ ഉള്ളത്. അപ്പൊ ഇതാ വിനുവേട്ടൻ വന്നു. കേറിക്കോ. അപ്പോൾ വിനുവേട്ടൻ്റെ ഫ്രണ്ട്സുകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ പയ്യ ബീഹാറിലാണ്. ബീഹാർ പയ്യ. ഓക്കെ, ഈ ഭായിമാരാണ് നമുക്ക് രാത്രി കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവന്നത്. ഇന്ന് രാത്രി കഴിക്കാനുണ്ട്, നാളെ രാത്രി കഴിക്കാനുള്ളതുണ്ട്. ഓക്കെ, എല്ലാരും നല്ല മനുഷ്യരായിട്ടാ. ഇപ്പൊ ഇവിടുന്ന് വണ്ടി ഇതാ എടുക്കുകയാണ്. രാത്രിക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഫുഡ് ഓപ്പൺ ചെയ്യുകയാണ്. വിനോദിനോട് തന്നെ ചോദിക്കാം, ഇതൊക്കെ എന്താ റെഡിയാക്കിയത്? അതായത് ആംബുലൻസ് ഡ്രൈവർ അല്ലേ പുള്ളിക്കാരൻ, പ്രദീപ് എന്നാണ് ആ ഒരു എന്താ പറയാ ചേട്ടന്റെ പേര്. പിന്നെ ഗോരഖ്പൂരാണ്, യുപിയില് ഗോരഖ്പൂർ സ്വദേശിയാണ്. പെട്ടെന്ന് നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. പിന്നെ ആ സമയത്ത് തിരക്കിലാണ് നമുക്ക് എന്താ പറയാ ചേട്ടന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി സാധിക്കാത്തത്. ഈ ലെമൺ റൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം നമുക്ക് നാളെ രാത്രി വരെയൊക്കെ കേട് വരാതെ നമുക്ക് സുഖമായിട്ട് കഴിക്കാം. നാളെ മാൾഡ വരെ എന്തായാലും ട്രെയിൻ വെസ്റ്റ് ബംഗാളൊക്കെ പോകുന്ന വഴി ഈ ഫുഡൊക്കെ ഭയങ്കര ഷോക്കാണ്. ഈ കറിയൊന്നും വേണ്ടി വരില്ല അല്ലേ? കറി വേണ്ട, കറി ഇല്ലാണ്ട് തന്നെ കഴിക്കാം. ലെമൺ റൈസ് ഒക്കെ കഴിച്ച് ട്രെയിൻ ഇപ്പോൾ നഹർകട്ടിയ സ്റ്റേഷനിലെത്തി. ഇവിടെ 2 മിനിറ്റ് ഉണ്ടായിരുന്നു ട്രെയിൻ സ്റ്റോപ്പ്. പുറത്തിറങ്ങാത്തതിൻ്റെ റീസൺ എന്താ അറിയോ? നല്ല തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. ബെർത്തിൽ വിരിച്ച് റെഡിയാക്കുവാണ്. ഏറ്റവും താഴെയാണ് കമ്പിളി വിരിച്ചത്. അതിൻ്റെ മുകളിൽ വിരിക്കാനുള്ള ഒരു ഷീറ്റുണ്ട്, ഒന്ന് പുതക്കാനും ഉണ്ട്. പിന്നെ ഇത് ടവലാണ്. ഇത് ഈ ഒരു പാക്കറ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അറ്റൻഡറിനോട് ചോദിച്ച് പ്രത്യേകം വാങ്ങിച്ചതാണ്. പിന്നെ ഇവിടെ ഒരു ഫ്രഷ് പില്ലോ കവറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു പില്ലോയും ഉണ്ട്. ട്രെയിൻ ഇപ്പോൾ സിമലുഗുഡി ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ നന്ദസോളിലൊക്കെ കയറാൻ ആൾക്കാരൊക്കെ ഉണ്ട്. സിമലുഗുഡി അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ്.
ഇനി ഈ ട്രെയിൻ മറിയാണി ജംഗ്ഷൻ നാഗാലാൻഡ് വഴിയൊക്കെയാണ് പോവുക. അതായത് ദീമാപൂരിലേക്ക് സ്റ്റോപ്പ് ഉണ്ട്, പിന്നെ ലംഡിങ്, അങ്ങനെയാണ് ഗുവാഹട്ടിയിലേക്ക് പോവുക. ഇനി ഇന്നത്തെ രാത്രിക്കത്തെ കാഴ്ചകളൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ മുതൽ കാണാം. ഗുഡ് മോർണിംഗ്. രാവിലെ 6:40 ഇപ്പോൾ ഗുവാഹട്ടിയിലേക്ക് ട്രെയിൻ എത്തുകയാണ്. രാത്രി നല്ല തണുപ്പാണല്ലേ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലത്തെ പുതപ്പൊക്കെയാണ് എടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കർട്ടൻ ഇല്ലേ, ഈ ഒരു കർട്ടൻ ഇപ്പൊ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. രാത്രിക്ക് ആൾക്കാർ അങ്ങോട്ടേക്കോട്ട് പോകുന്ന സമയത്ത് തന്നെ ഇത് തട്ട് കാണിച്ചിട്ട് തോന്നിട്ടാണ് ഉണ്ടായത്. വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന വീടുകളൊക്കെയാണ്. 6:53 ട്രെയിൻ ഇപ്പോൾ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ 6:45 വണ്ടി എത്തേണ്ടത്. കുറച്ച് ഡിലേ. വിനോദൻ അങ്ങനെ ഇതാ ഗുവാഹട്ടിയിൽ ഇറങ്ങി. അപ്പൊ ഇവിടുന്ന് പോവാണ്. എന്നാ പിന്നെ ഇനി എപ്പോഴെങ്കിലും വരുമ്പോ കാണാം കേട്ടാ. ഓക്കെ, എന്നാ കേരളത്തിലേക്കല്ലേ വരുമ്പോ വിളിക്ക്. എന്താ പറയാ, പറയാൻ വാക്കുകളില്ല. ചെയ്തിരുന്ന ഉപകാരങ്ങൾക്കെല്ലാം ഓക്കെ. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ നഗരമാണ് ഗുവാഹട്ടി. ഇവിടെ 7 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ട്രെയിൻ ഇവിടെ 15 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. പാൻട്രിയിലേക്ക് ഇവിടുന്ന് ഓയിലാണെന്ന് തോന്നുന്നത്, ഓയിലൊക്കെ കയറ്റുന്നുണ്ട്. ഇവിടെ തന്നെ പാൻട്രി കോച്ച് ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു A1 കോച്ചിന്റെ ഡോറിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് പാൻട്രി ജീവനക്കാരൊക്കെ വരുന്നത്. ഈ പാൻട്രി കഴിഞ്ഞാണ് പിന്നെ സ്ലീപ്പറായി. നിലവിൽ ഇപ്പൊ ഇവിടെ സ്ലീപ്പറിന്റെ കാഴ്ച എങ്ങനെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങാണിത്. ഇതൊക്കെ പാൻട്രിയിലേക്ക് കയറ്റാൻ ഉള്ളത് തന്നെയാണ്. മിക്കവാറും ഇവിടുന്ന് തന്നെ നല്ല തിരക്ക് ആയിട്ടുണ്ടാവുന്ന തോന്നുന്നു. ഇല്ല, തിരക്കില്ല. 15 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇതാ ട്രെയിൻ എടുത്തു. GHY എന്നാണ് സ്റ്റേഷന്റെ കോഡ്. ഈ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെയാണ് പൾട്ടൺ ബസാർ. ഇനി പോകുന്ന ഭാഗത്ത് ഒരു കാഴ്ചയുണ്ട്. അതായത് ഈ റെയിൽ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് ആൾക്കാർ മദ്യപിക്കുന്നതും ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് കയ്യിലേക്ക് കുത്തി വെക്കുന്നതൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റും. അത് ഈ ഡോറിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പകർത്തുന്നില്ല. കാരണം അത് ഷൂട്ട് ചെയ്യുന്നത് എടുക്കുന്നത് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ബെർത്ത് പോയിട്ട് അത് ഷൂട്ട് ചെയ്യാം. ഇതാണ് ആ ഒരു ഏരിയ. ഇവിടുത്തെ വൃത്തിക്ക് ഇത്രേ ഉള്ളൂ കേട്ടാ. ഒരുപാട് പേര് കൂട്ടം കൂടി ഇരുന്നൊക്കെയാണ് ഈ ഒരു ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്നത്. രാത്രിക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതുവഴിയുള്ള യാത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ലാതെ തന്നെ പറയാം. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ. പിന്നെ ഇവിടെയൊക്കെ ഷെഡൊക്കെ കെട്ടി താമസിക്കുന്ന ആൾക്കാരൊക്കെ കാണുക. പല ഭാഗത്തുനിന്ന് വന്ന് ഇവിടെ ഷെഡ് കെട്ടി ജീവിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഷെഡുകൾ കാണുക. ഈ തണുപ്പുള്ള സമയത്ത് എങ്ങനെയല്ലേ ഇവയൊക്കെ ഇവിടെ ജീവിക്കുന്നല്ലേ. രാവിലെ നല്ല തണുപ്പല്ലേ. 2 കോഫി വാങ്ങിച്ചേ. ശരിക്കും പറഞ്ഞാൽ ഇത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമല്ലേ. പിന്നെ തണുപ്പത്ത് എന്തായാലും ചായ ആയാലും കോഫി ആയാലും കിട്ടിയ നല്ലൊരു സുഖം തന്നെയാണ്. നേരത്തെ പറഞ്ഞില്ലേ ഇതുവഴി പോകുന്ന സമയത്ത് സേഫിന്റെ കാര്യം, അത് വേറൊന്നുമല്ല, ഡോറിന്റെ ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം എന്ന് വെച്ചാൽ ഈ കല്ലൊക്കെ എടുത്തെറിയും. അതാണ് ഫോണിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് ആകെ 2 വണ്ടികളാണുള്ളത്. ഗുവാഹട്ടി വഴി കടന്നു വരുന്നത് തന്നെയാണ്. ഒന്ന് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന വിവേക്, മറ്റൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചൊവ്വാഴ്ച സിൽച്ചറിലേക്ക് പോകുന്ന ആർണോയ്. ഈ വണ്ടി ഡെയിലി വണ്ടിയാണ്. അപ്പം ഈ ഗുവാഹട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് ഈസ്റ്റിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോവാം. പിന്നെ അതുപോലെ തന്നെ മേഘാലയൊക്കെ പോകണമെങ്കിൽ ഗുവാഹട്ടിയാണ് വന്നിറങ്ങേണ്ടത്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ സ്റ്റേഷൻ്റെ പുറകുവശമുള്ള പൾട്ടൺ ബസാർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ മേഘാലയത്തെ ഷില്ലോങ്ങിലേക്ക് വണ്ടികൾ കിട്ടും. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ മാ കാമാഖ്യ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ട്രെയിൻ ഇപ്പോൾ കാമാഖ്യ ജംഗ്ഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വണ്ടി പോകുന്നത് ഇനി ഗോൾപാറ വഴിയാണ്. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. ഇപ്പോൾ ഇവിടുന്ന് സിൽച്ചർ തിരുവനന്തപുരം അറണോയ് എക്സ്പ്രസ് എടുത്തതേ ഉള്ളൂ. അത് ഇതിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. അത് റംഗിയ വഴിയാണ് പോവുക. ഗുവാഹട്ടിയുടെ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷനാണ് കാമാഖ്യ. ഇവിടുന്ന് കാമാഖ്യ ക്ഷേത്രത്തിലേക്ക് 6 കിലോമീറ്റർ ആണ് ദൂരം.
ഇത് 1ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ വന്ദേ ഭാരത് സ്ലീപ്പർ ഇല്ലേ, അത് ഇവിടെ നിന്നാണ് പുറപ്പെടുക. കാമാഖ്യ ടു ഹൗറ. ഈ ട്രെയിനിന്റെ പാൻട്രിയിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊന്നും വാങ്ങിച്ച് കഴിക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാലോ. അതിലൂടെ ഒരു റോഡാണല്ലേ. അതെ അതെ, നല്ല റോഡാണ് കേട്ടോ. 2 വരി 4 വരി പാത നോക്കിയേ. ജാലുക് ബാരി ബ്രിഡ്ജ് എന്നാണ് ഈ ഒരു പാലത്തിന്റെ പേര്. ഇതേ ബസ്സൊക്കെ പോകുന്നതാണ്. ഇതാണ് കേട്ടോ ഗുവാഹട്ടി ഭാഗത്തിലെ മെയിൻ ആയിട്ടുള്ള ബസ്സുകൾ. നമുക്ക് കാമാഖ്യ ഗുവാഹട്ടി റൂട്ടിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതേപോലത്തെ പിന്നെ ബസ്സുകളാണ്. പൾട്ടൺ ബസാർ ഏരിയയിൽ, അതായത് ഗുവാഹട്ടി സ്റ്റേഷന്റെ ഭാഗത്ത് ഒരുപാട് AC ബസ്സുകളൊക്കെ ഉണ്ട്, ഇലക്ട്രിക് ഉണ്ട്, അതുപോലെ CNG ഒക്കെ ഉണ്ട്. ഞങ്ങൾ രാവിലെ ഒരു ബിസ്ക്കറ്റാണ് വാങ്ങിച്ച് കഴിക്കുന്നത്, നേരത്തെ തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഓൾറെഡി വിനിച്ചേട്ടൻ ഭക്ഷണം തന്നിട്ടുണ്ടല്ലോ. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതുണ്ട്, രാത്രി കഴിക്കാനുള്ളതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാം. ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് വരെ ഇപ്പോൾ വ്യക്തമായി കാണാം. വലിയൊരു വളവാണ്. അസാമിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തടാകങ്ങളിൽ ഒന്നാണിത്, ഡിപ്പോർ തടാകം. ഇത് ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണുള്ളത്. രാവിലെ മുൻഭാഗത്തെ കാഴ്ചയൊന്നും വ്യക്തമല്ല. ഞങ്ങൾ തിൻസുക്കിയന്റെ ഭാഗത്തുള്ള മാഗുരി തടാകത്തിലേക്കും പോവുകയുണ്ടായിരുന്നു. അത് നല്ല രസമാണ് കാണാൻ. ഇവിടുന്ന് ഇപ്പോൾ വീണ്ടും വലിയൊരു വളവാണ്. സ്ലീപ്പർ ക്ലാസ്സിലൊന്നും വലിയ തിരക്കൊന്നും വന്നിട്ടില്ല. അത് വരണമെങ്കിൽ ഇന്ന് രാത്രി ആവണം. അതായത് മാൾഡ ടൗൺ എത്തണം. അവിടെ നിന്നാണ് നല്ല തിരക്ക് വരിക. ഒരുപാട് കൊക്കുകളെ നമുക്ക് കാണാം ഇവിടെ. അതുപോലെ തന്നെ അതിലൂടെ ഒരു തോണി. ഇന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു ട്രെയിനിനെ കുറിച്ച് ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നിലവിൽ ഇന്ത്യയിലത്തെ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ ഓടുന്ന ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. ലോകത്തിന്റെ കാര്യത്തിൽ 29ാമത്തെ സ്ഥാനമാണ് ഈ ഒരു ട്രെയിൻ ഉള്ളത്. 4153 കിലോമീറ്ററാണ് ഇത് ടോട്ടലായിട്ട് ഓടുന്നത്. നമുക്ക് ഏതാണ്ട് ഒരു 74 മണിക്കൂർ മേലെയാണ് യാത്ര ഒരു സമയം വേണ്ടി വരിക. ഇത് 9 സംസ്ഥാനങ്ങൾ വഴിയാണ് കടന്നു പോകുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ആസാം, നാഗാലാൻഡ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ആന്ധ്ര, തമിഴ്നാട്, കേരളം ഇങ്ങനെയാണ് വരുന്നത്. അതിൽ ഈ ട്രെയിൻ ജാർഖണ്ഡ് സ്റ്റേറ്റ് വഴി കടന്നു പോകുന്നു എന്നല്ലാതെ അവിടെ എവിടെയും സ്റ്റോപ്പുകളും മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ ഈ ട്രെയിനിൻ്റെ ആ ഒരു ഓടിത്തുടങ്ങിയ ഒരു ചരിത്രം പറയാം. 2011-12 സമയത്ത് റെയിൽ ബജറ്റിൽ അന്നത്തെ റെയിൽ മന്ത്രിയായ മമതാ ബാനർജിയാണ് ഈ പറഞ്ഞൊരു ട്രെയിനൊക്കെ അനുവദിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ പേര് വിവേക് എന്നാണല്ലോ. ആ പേര് എങ്ങനെ ഒന്ന് നമുക്ക് നോക്കാം. അതായത് സ്വാമി വിവേകാനന്ദൻ്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ട്രെയിനുകളൊക്കെ ഓടിത്തുടങ്ങിയത്. ആ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രെയിന് വിവേക് എന്ന് പറഞ്ഞൊരു പേരും കൂടെ നൽകിയത്. ലഞ്ച് മിക്കവാറും ബിരിയാണി ഉണ്ടാവും, താലി, വെജും ഉണ്ടാവും, നോൺ വെജും ഉണ്ടാവും. ഞങ്ങളുണ്ടല്ലോ ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് വിവേക് എക്സ്പ്രസ്സിൽ ഫുള്ള് യാത്ര പോയത് ദിബ്രുഗഡ് നിന്ന് കന്യാകുമാരിയിലേക്കാണ്. ആ സമയത്ത് അന്ന് ഫുള്ള് പാൻട്രി ഫുഡായിരുന്നു. ദിബ്രുഗഡിൽ നിന്ന് പുറപ്പെട്ട ഉടനെ തന്നെ ചിക്കൻ ബിരിയാണി, അതിനുശേഷം ഓരോ സ്ഥലത്തെത്തുമ്പോഴും ചിക്കൻ താലിയാണ്. അതായത് 2 പീസ് ചിക്കനൊക്കെയാണ് ഉണ്ടാവുക. ആ താലിക്ക് ആ സമയത്തെ അടക്കം ഇവർ ചാർജ് ചെയ്യുന്നത് 180 രൂപയ്ക്കാണ്. അതായത് ഓവർ പ്രൈസ് തന്നെയാണ് ആ സമയം മുതൽ തന്നെ ഇവർ എടുക്കുന്നത്. ആ യാത്രയിലാണ് ട്രെയിൻ വഴിതിരിച്ച് വിട്ട് കന്യാകുമാരിയിൽ ഒരു ദിവസം വൈകി എത്തിയത്. ട്രെയിൻ ഇപ്പോൾ ഗോൾപാറ എത്താനായേ. അതിന് മുന്നേ ഇതാ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കാണാം. ട്രാക്കിനോട് അത്രയും ചേർന്ന് തന്നെയാണ് തേയില. 9:25 ട്രെയിൻ ഇപ്പോൾ ഗോൾപാറ ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. അൺറിസർവ്ഡിലേക്ക് കയറാനുള്ള ആൾക്കാരുടെ ചെറിയ തിരക്ക്, വലിയ ആൾക്കാരൊന്നും ഇല്ല. വിവേക് എക്സ്പ്രസ് റേക്ക് ഷെയറിംഗ് ആയിട്ടുള്ളത് 2 ട്രെയിനുകളായിട്ടാണ്. ഒന്ന് ദിബ്രുഗഡിൽ നിന്ന് ചണ്ഡീഗഡിലേക്കുള്ള എക്സ്പ്രസ്, മറ്റൊന്ന് ദിബ്രുഗഡിൽ നിന്ന് നേരെ മുംബൈ LTTയിലേക്കുള്ള വണ്ടിയായിട്ട്.
പിന്നെ അതുപോലെ തന്നെ ഈ ഗോൾപാറ ടൗൺ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളൊരു റിവർ ക്രോസ് ചെയ്യും. ലോകത്തിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നായ ബ്രഹ്മപുത്ര. ആ പാലത്തിന്റെ പേര് നരനാരായണ സേതു എന്നാണ്. അതായത് 2.28 കിലോമീറ്റർ ആണ് അതിന്റെ നീളം വരുന്നത്. കൂടാതെ തന്നെ 1998 അന്നത്തെ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ നേരത്തെ കാമാക്കി കഴിഞ്ഞാടും ബൊങ്കൈക്കാവ് പോകുന്ന റംഗ്യ വഴിയാണെന്ന് പറഞ്ഞല്ലോ, അതുവഴി ഒരു പാലമുണ്ട്. അതിന്റെ പേര് സറൈഘട്ട് എന്നാണ്. അത് 1.3 കിലോമീറ്റർ ആണ് നീളം വരുന്നത്. പാലത്തിന്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ ആരോ ചെയിൻ വലിച്ചു. ഇത് NH-17 ആണ്. പാലും അതായത് റെയിൽ ട്രാക്കും റോഡും ഒരുപോലെ തന്നെയാണ് പോവുക. ഇത് പണ്ട് NH-37 ഉണ്ടായിരുന്നതാണ്, പിന്നീടാണ് മാറ്റിയത്. പണ്ട് NH-17 നമ്മുടെ കേരളം വഴി ഉണ്ടായിരുന്നതാണ്, അതായത് പനവേലിൽ നിന്ന് എടപ്പള്ളി വരെ. അതിപ്പോ NH-66 റോഡിതാ ഇവിടെ മുതൽ ഇങ്ങനെ വളഞ്ഞ് റെയിൽ ട്രാക്കിന്റെ മുകളിലേക്ക് കയറും. റെയിൽ കം റോഡ് ബ്രിഡ്ജാണിത്. അങ്ങനെ ഇതാ ബ്രഹ്മപുത്ര നദി നമ്മൾ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. 2 കിലോമീറ്റർ മുകളിൽ ദൂരം വരുന്ന ബ്രഹ്മപുത്ര റോഡ് മുകളിലൂടെ ഇതാ പോയി. അവിടെ പുതിയ പാലത്തിന്റെ പണികളൊക്കെ കാണാം. ഈ ഭാഗത്തൊന്നും വെള്ളമില്ല. പാലത്തിന്റെ ഇതുവഴി നടന്നു പോകാനുള്ള ചെറിയ വഴികളൊക്കെ ഉണ്ട്. പാലത്തെ ഇങ്ങനെ
കടന്നു പോവുകയാണ്. ഈ വണ്ടി തുടക്ക സമയത്തൊക്കെ ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ ഉള്ളൂ കേട്ടോ വീക്കിലി വണ്ടി ഉണ്ടായത്. ഞങ്ങൾ 2022 ഡിസംബർ മാസത്തിലാണ് വിവേകിൽ ആദ്യമായിട്ട് കയറിയിട്ടുണ്ടായത്. ദിബ്രുഗഡിൽ നിന്ന് കന്യാകുമാരി വരെ ഒരു 1.5 യാത്രയായിരുന്നു. അതിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾ ഈ ട്രെയിൻ ഇപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് പോലും മറക്കില്ല എന്ന് പറയാം. കാരണം വെച്ചാൽ അത് ശനിയാഴ്ച കയറി ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച വെളുപ്പിന് ഒരു 1 മണിയോട് കൂടിയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഇവിടെ കന്യാകുമാരിയിൽ. അത് 26 മണിക്കൂറാണ് വണ്ടി ഡിലേ. കാരണം ഒഡീഷയിൽ എവിടെ വണ്ടി ഏതോ ട്രാക്ക് വിഷയം കാരണമാണ് വണ്ടി ടാറ്റാ നഗർ വഴി വഴിതിരിച്ചു വിട്ടത്. ആ ട്രെയിനിലത്തെ അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു. RAC അതാണ് എടുത്തു പറയേണ്ടത്. ഇത് ഈ സംഭവമില്ലേ, ഈ സൈഡ് ഓവറിലാണ് ഞങ്ങൾ 4 നൈറ്റ് കിടന്നുറങ്ങിയത്. തേർഡ് AC അത് എനിക്ക് മറക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം വെച്ചാൽ ലഗേജ് അടിയിൽ വെച്ചു. കാരണം വെച്ചാൽ അത് തേർഡ് AC മൊത്തം കൺജസ്റ്റഡ് ഉണ്ടായത്. നമുക്ക് ബാഗ് നോക്കണം, നമുക്ക് കിടക്കാൻ പറ്റി, അതൊക്കെ പറ്റുന്നില്ല. ഞങ്ങളുടെ ലൈഫിലത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു RAC യാത്ര അത് തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ മേലെയൊന്നും ഇനി വരാനൊന്നും പോകുന്നില്ല. പറഞ്ഞ പോലെ തന്നെ അന്ന് ഡെയിലി വണ്ടിയൊന്നുമല്ല, വീക്കിലി മാത്രം. ദിബ്രുഗഡിൽ നിന്ന് ശനിയാഴ്ച, കന്യാകുമാരിയിൽ നിന്ന് വ്യാഴാഴ്ച, അങ്ങനെയാണ് ആ ഒരു വണ്ടിയുടെ ടൈം ഉണ്ടായത്. 2023 ആ ഒരു മാർച്ച് സമയത്ത് ആഴ്ച 2 ദിവസമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അതേ വർഷം തന്നെ 2023 മെയ് മാസത്തിൽ ആഴ്ചയിൽ 4 ദിവസമാക്കി. പിന്നീട് 2024 സമയത്ത് എനിക്ക് തോന്നുന്നു ജൂലൈ മാസം തോന്നുന്നു, ആ സമയത്ത് ഡെയിലി വണ്ടിയാക്കി. അങ്ങനെയാണ് വിവേക് എക്സ്പ്രസിൻ്റെ ആ ഒരു ഓട്ടത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത്. സമാന സമയത്ത് തന്നെ എന്താ പറയുക, വണ്ടിയുടെ നമ്പറും ചേഞ്ച് ആക്കി. 10:17 ട്രെയിൻ ഇപ്പോൾ ന്യൂ ബംഗൈഗാവ് സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. സ്റ്റേഷന്റെ കോഡ് NBQ എന്നാണ്. ഇവിടെ ഇപ്പോൾ തിരക്കില്ലാത്തതിൻ്റെ മെയിൻ കാരണം ഇപ്പോൾ ഇവിടുന്ന് അരുണോയ് എക്സ്പ്രസ് എടുത്ത് പോയതേ ഉള്ളൂ. ന്യൂ ബംഗൈഗാവ് റെയിൽവേ സ്റ്റേഷന് മറ്റ് വലിയൊരു പ്രത്യേകതയുണ്ട്. അതായത് സ്റ്റേഷന്റെ നടുഭാഗം വഴിയാണ് ഒരു നദി ഒഴുകുന്നത്. തുണിയ എന്നാണ് ഈ ഒരു നദിയുടെ പേര്. ഇതുവഴിയാണ് നദി ഇങ്ങനെ ഒഴുകുന്നത്. കുറച്ച് വെറൈറ്റി അല്ലേ? ഇന്ത്യയിൽ അങ്ങനെ ഈ ഒരു കാഴ്ച മറ്റെവിടെയില്ല. അതിവിടെ ന്യൂ ബംഗൈഗാവിലാണുള്ളത്. വെള്ളമൊക്കെ അത്യാവശ്യത്തിനുണ്ട്. ഇവിടെ ട്രെയിന് 10 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ 4 വിവേക് എക്സ്പ്രസ്സുകളാണുള്ളത്. ഇത് ഓടുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്കാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വരുന്ന ദിബ്രുഗഡിൽ നിന്ന് കന്യാകുമാരിക്കാണല്ലോ, അതായത് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് നേരെ തെക്ക് ഭാഗത്തേക്ക്. പിന്നെ വരുന്നൊരു വിവേക് എന്ന് പറഞ്ഞാൽ കൊൽക്കത്തയിലെ സാന്ദ്രകാച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്കാണ്. അത് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്ത് നിന്ന് തെക്ക് ഭാഗത്തേക്ക്. പിന്നെ വരുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്ന് ഗുജറാത്തിലത്തെ ഓക്കയിലേക്ക് ഒരു വണ്ടി പോകുന്നുണ്ട്. അത് പറഞ്ഞാൽ തെക്ക് ഭാഗത്ത് നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക്. പിന്നീടുള്ളൊരു വിവേക് എന്ന് പറഞ്ഞാൽ മുംബൈയിൽ നിന്ന് നേരെ ജമ്മുതാവിലേക്ക് പോകുന്നതാണ്. ഏകദേശം നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നേരെ വടക്ക് ഭാഗത്തേക്ക് എന്ന് പറയാം. അങ്ങനെ 4 വിവേക് എക്സ്പ്രസ്സുകളാണ് ടോട്ടലുള്ളത്. പേരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ്റെ ആ ഒരു പേര് തന്നെയാണ് ഇതിനൊക്കെ നൽകിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ വിവേക് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇത് തന്നെയാണ്. അസമിലെ ഈ ട്രെയിനിന്റെ അവസാന സ്റ്റോപ്പായ കൊക്രാജർ. റിസോർട്ടിലാണ് കൂടുതലും തിരക്കുള്ളത്. ഇവിടുന്നൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലേക്കൊക്കെ പണിക്കൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അസാമിനോട് വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. ഇവിടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ വീഡിയോ ഒക്കെ ഇവിടുന്ന് ഒരുപാട് പേര് കാണാറുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. കൊക്രാജർ ഭാഗത്തേക്ക് ഞങ്ങൾ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. എന്തായാലും ഒരു ദിവസം വരും. നമ്മൾ അസാമിലൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടതാണല്ലോ. ഇനിയിപ്പോൾ വെസ്റ്റ് ബംഗാളിലേക്ക് കയറിയാൽ അവിടെയും കാണും. ഈ ഭാഗത്തൊക്കെ കൂടുതലും തേയില തന്നെയാണ്. പിന്നെ ഈ അസാം ടീ എന്ന് പറയുന്നത് വളരെയധികം ഫേമസ് ആണ്. ഞങ്ങൾ തിൻസുക്കിയ ഭാഗത്ത് നിന്ന് ഒരു പാക്കറ്റ് ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 500 ഗ്രാമിൻ്റെ ഒരു ചായപ്പൊടിയാണ്. ഇതിന് 140 രൂപയാണ് ആയത്. അസാമിന്ന് എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടേ? വീട്ടിലേക്ക് ഞങ്ങൾ വാങ്ങിച്ച ഒരു ഐറ്റം ഇതാണ്. വെസ്റ്റ് ബംഗാളിലെ ഈ ട്രെയിനിന്റെ ആദ്യത്തെ സ്റ്റോപ്പായ ന്യൂ അലിപുർദ്വാർ ജംഗ്ഷൻ. 12:04 ഇപ്പോൾ. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. അലിപുർദ്വാർ എന്ന് പറയുന്നത് ഭൂട്ടാനിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് വരുവാണെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ ഇറങ്ങാം, അലിപുർദ്വാറിൽ ഇറങ്ങിയിട്ട് നേരെ ഭൂട്ടാനിലേക്ക് പോവാം, അല്ലെങ്കിൽ പിന്നെ NJPയിൽ ഇറങ്ങുക. അതായത് NJP ഇറങ്ങുവാണെങ്കിൽ നേരെ അവിടെ തന്നെ അസീമാറ വഴി നേരെ ജയ്ഗാവ് എന്ന് പറഞ്ഞ ഭാഗമാണ് പോകുക. അതാണ് ബോർഡർ വരുന്നത്. അപ്പം ഭൂട്ടാനിലേക്കുള്ള എൻട്രൻ്റെ ആ ഒരു ഭാഗം എന്നൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ വീഡിയോ എടുത്താണ്. ഫുൾഷോടിങ്ങാണ് ഭൂട്ടാനിലത്തെ ആ നഗരത്തിൻ്റെ പേര് വരുന്നത്. അപ്പം NJP ഇറങ്ങുവാണെങ്കിൽ നേരത്തെ തന്നെ പോവാം. ഇവിടെ ഇറങ്ങുവാണെങ്കിൽ ഒരു 55 കിലോമീറ്റർ നമുക്ക് റോഡ് വഴി പോകാനുണ്ട്. ഇവിടെ മുഴുവനും കൃഷിപ്പാടങ്ങൾ തന്നെയാണ്.
നെൽകൃഷിയൊക്കെ കാണാം ഇവിടെ തന്നെ. അതിൻ്റെ ഇടയിലേക്ക് ചെറിയ ചെറിയ വീടുകളും ഒരു ചെറിയൊരു ഗ്രാമം. 12:29 ട്രെയിൻ ഇപ്പോൾ ന്യൂ കൊച്ചി ബിഹാർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ 10 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ നിന്നൊരു ട്രെയിൻ ഇപ്പോൾ എടുത്തു. ഇത് ന്യൂ അലിപൂർദ്വാർ ജംഗ്ഷൻ നിന്ന് സിയാൽദയിലേക്ക് പോകുന്ന തീസ്റ്റ തോർസ എക്സ്പ്രസ് ആണ്. ഇത് 2 നദികളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ട്രെയിനാണ്, കൊൽക്കത്തയിലേക്കുള്ളൊരു ട്രെയിൻ. ഇനിയിപ്പോൾ അത് എടുത്തതല്ലേ ഉള്ളൂ ഇപ്പോൾ ഇവിടുന്ന്. അതുകൊണ്ട് നമ്മുടെ ട്രെയിൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും എടുക്കുള്ളൂ. 10 മിനിറ്റ് മാത്രമല്ല, അതിന് മുകളിൽ എന്തായാലും നിർത്തും. പിന്നെ ഈ ഭാഗത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ പേര് ന്യൂ എന്ന് എഴുതി കണ്ടില്ലേ, അതായത് ന്യൂ കൊച്ചി ബിഹാർ. ഈ സ്റ്റേഷൻ്റെ ഒക്കെ പേര് ന്യൂ എന്ന് വരാനുള്ള ഒരു കാരണമുണ്ട്. അതായത് ഇതൊക്കെ പുതിയ റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ ഒരു പറഞ്ഞ നഗരത്തിൽ തന്നെ ന്യൂ കൂച്ച് ബിഹാർ, പുതിയത് എന്ന് പറഞ്ഞ പോലെ തന്നെ പഴയതുമുണ്ട്. അത് കൂച്ച് ബിഹാർ ജംഗ്ഷൻ എന്ന് മാത്രമാണ്. നേരത്തെ ഒരുപാട് സ്ഥലങ്ങൾ കഴിഞ്ഞല്ലോ. ന്യൂ ബൊങ്കൈഗാവ്, അവിടെയും ബൊങ്കൈഗാവ് എന്ന് വരുന്നുണ്ട്. അലിപൂർദ്വാർ കഴിഞ്ഞില്ലേ, അവിടെ അലിപൂർദ്വാർ ജംഗ്ഷനും ഉണ്ട്. നമ്മൾ കണ്ട ന്യൂ അലിപൂർ ജംഗ്ഷനും ഉണ്ട്. അങ്ങനെ ഈ ഒരു ഗേജ് പരിവർത്തനത്തിന് ശേഷമാണ് ഇങ്ങനെ പുതിയ സ്റ്റേഷൻ വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ട്രെയിൻ ഇപ്പോൾ തോർസ നദി ക്രോസ് ചെയ്യുകയാണ്. തിബറ്റ്, ഭൂട്ടാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ വഴി ഒഴുകുന്നൊരു പ്രധാനപ്പെട്ട നദിയാണിത്. വെള്ളം കുറവാണ്. ഇവിടെ മാത്രമാണ് കുറച്ച് വെള്ളം ഉള്ളത്. ഇവിടെയൊക്കെ കൃഷിയാണ്. വാഴയാണിത്. ഞങ്ങളിത് ഉച്ചയ്ക്ക് ഇനിയിപ്പോ ലെമൺ റൈസ് കഴിക്കുവാണേ. ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് നമുക്ക് മനസ്സറിഞ്ഞൊരു ഭക്ഷണം കഴിക്കാൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. വേണ്ടൊരു ഫുഡൊന്നും കഴിക്കേണ്ട കാര്യമേ വരുന്നില്ലല്ലോ. ഓൾറെഡി ഇന്നലെ രാത്രിയും കഴിച്ചു, ഇനിയിപ്പോൾ ഇന്ന് രാത്രിയും കൂടെ കഴിക്കാനുള്ളത് കേട്ടോ. ഈ ലെമൺ റൈസിന് ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ദിവസമൊക്കെ ഒന്നും പോകില്ല. പിന്നെ വേറെ ഉണ്ട്, ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈ കൂടെ വേണമായിരുന്നു. വിരിഞ്ചേട്ടനത് മറന്നുപോയതാണ്. രാത്രി നമുക്ക് തൈരും കൂടെ വാങ്ങാം അല്ലേ? രാത്രി തൈര് വാങ്ങിക്കാം, അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ കടലില്ലേ, ഇതും കൂടെ കഴിക്കാൻ തന്നെ രാത്രി ചായലം വന്നിട്ട് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ട്രെയിൻ ഇതാ മത്തബംഗ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ 1:09. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. നമ്മളിപ്പോൾ ബംഗ്ലാദേശ് ബോർഡറിന്റെ അത്ര അടുത്ത വഴിയാണ് പോകുന്നത്. ഇവിടെയൊക്കെ വീടുകളാണ്, കൃഷിപ്പാടാണ് ഈ മുൻഭാഗത്ത്. ഇവിടെ ട്രാക്കിന്റെ പണി നടക്കുന്നുണ്ട്, അതാണ് ഇത്ര സ്ലോ. മാപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിനെ കാണാം. ഇപ്പൊ പോകുന്ന ആ ഒരു റൂട്ടിൽ ഇതാ അത്രയും അടുത്തുകൂടിയാണ് റെയിൽ ട്രാക്ക്. കണ്ടില്ല, ഇതാ ബോർഡർ വരുന്നത് ഇതാ ഈ ഭാഗത്താണ്. ശരിക്കും ഇവിടുന്ന് റോഡ് വഴിയാണെങ്കിൽ നമുക്ക് ആ ഒരു ബോർഡറൊക്കെ കാണാമായിരുന്നു. ട്രെയിൻ ഇപ്പോൾ തീസ്റ്റ നദിയുടെ ഭാഗത്തേക്കാണ് എത്തുന്നത്. രണ്ട് ട്രെയിനുകൾ അങ്ങ് അവിടെയാണ് തീസ്റ്റ നദി. ഇവിടെ വണ്ടി നിർത്താൻ കാരണം ഒരു വണ്ടി ഇതാ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യുകയാണ്, അത് കയറിപ്പോയി. ഇതിലൂടെ തന്നെ വേറൊരു ട്രാക്ക് കൂടി ഉണ്ട്. ഇനിയിപ്പോൾ ഇത് പോയതിനു ശേഷം കുറച്ച് കഴിയും നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുക്കാൻ. അത് പോയി.
ട്രെയിൻ ഹോസ്റ്റസുമാരൊക്കെ നമ്മുടെ ഈ ഒരു കോച്ചിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ വലിയ ശല്യമൊന്നും ഇല്ലാന്ന് പറയാം അല്ലേ? അതായത് പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ് ഉദ്ദേശിക്കുന്നത്. അതെന്ന് വെച്ചാൽ നമ്മളെ ക്ലാസ് കൂടുന്തോറും അവരുടെ ഉപദ്രവം കുറയുന്നു പറയാം. നമ്മളെ സെക്കൻഡ് AC ആയതുകൊണ്ട് കർട്ടനൊക്കെ ഇട്ട് നല്ല പ്രൈവസി പോകുന്നതാണല്ലോ. അവര് വന്നിട്ട് തട്ടി വിളിക്കുന്നുണ്ട്, പൈസ ഇല്ലാന്ന് പറയുമ്പോൾ പോകുന്നുണ്ട്. ചില ആൾക്കാർ തെറിയും പറയുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് തേർഡ് AC ആകുമ്പോൾ അതിന്റെ കാർഡിനെ കുറച്ച് കൂടും. സ്ലീപ്പർ ആണെങ്കിൽ ഒന്നും പറയുന്നില്ല, ഭീകരത. ജനറൽ ആകുമ്പോൾ പറയേണ്ട മൊത്തം ഈ പറഞ്ഞ സംഭവം ഉപദ്രവവും തല്ലലും പിടിക്കലൊക്കെ ആയിരിക്കും. ഇന്ത്യൻ റെയിൽവേയുടെ ഒരു വൈലേക്ക് കണക്ഷനാണിത്. ഇപ്പൊ നമ്മൾ വരുന്ന ആ ഒരു റൂട്ടും നേരത്തെ ഒരു ട്രെയിൻ വന്ന ഒരു റൂട്ടില്ലേ, അതുമായി ഇതാ നേരെ ജൽപൈഗുരി ആ ഒരു സൈഡിലേക്കുള്ള ലൈനും. സിക്കിമിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദികളിൽ ഒന്നാണിത്. നേരത്തെ ഒരു ട്രെയിനെ കണ്ടില്ലേ, ഈസ്റ്റ് തോർസ എക്സ്പ്രസ്. ഈ രണ്ട് നദികളുടെ പേരിൽ ഓടുന്ന ഒരു പ്രധാനപ്പെട്ട ട്രെയിൻ. വെള്ളമൊക്കെ എവിടെയാണ് ഉള്ളത്? പിന്നെ ഇവിടെ ട്രാക്കിന്റെ പണിയാണ്. രണ്ടേ 45 ട്രെയിൻ ഇപ്പോൾ ജൽപൈഗുഡി റോഡ് സ്റ്റേഷനിലെത്തിയേ. ഈ നമ്മുടെ ഈ ഒരു കോച്ചിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ അറിയോ, ഈ സെക്കൻഡ് ACന്റെ ഈ ഒരു ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ പാൻട്രി ജീവനക്കാരാണ്. അവര് കൂട്ടത്തോടെ അവരുടെ ആ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യാതെ ഇവിടെ വരുന്നത്, അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണല്ലേ. രാവിലെ പോയി നോക്കുന്ന സമയത്ത് തന്നെ എല്ലാ കൂട്ടത്തോടെ കയറി ലോക്കും ചെയ്ത് അവിടെ ഇരിക്കും. നമ്മൾ ഈ സെക്കൻഡ് AC എന്താ പറയുക, ഉയർന്ന ക്ലാസ്സിൽ കൂടുതൽ പൈസ കൊടുത്തു പോകുന്നത് വെറുതെ ആയി പോകുന്ന ഒരു അവസ്ഥ. പഴയ ഒരു ICF കോച്ച്, ഇതൊരു പാസഞ്ചറാണ്. അസാമിലെ ദിബ്രുഗഡിൽ നിന്നും 991 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പിത വെസ്റ്റ് ബംഗാളിലെ ന്യൂ ജൽപൈഗുഡി അതായത് NJPയിലേക്ക് എത്തുകയാണ്. 3:25. ഇത് 6-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ് ഇവിടെ കാണുന്നത്. ട്രെയിൻ ഇതുവരെ വലിയ ഡിലേ ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ ഈസ്റ്റേൺ റെയിൽവേക്ക് വഴി പോകാനുണ്ടല്ലോ, ഡിലേ ഒക്കെ ആവുമോ നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കാണണം. അതുപോലെ തന്നെ സ്ലീപ്പർ ക്ലാസിന്റെ ഭാഗത്തേക്ക് ഞങ്ങൾ പോകാത്തതിന്റെ കാരണം ഇപ്പോൾ വലിയ തിരക്കൊന്നും തന്നെ ഇല്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, മാൾഡേക്ക് എത്തണം സ്ലീപ്പർ ക്ലാസ് നല്ല തിരക്ക് വരാൻ. അതൊക്കെ നിങ്ങൾക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ വിവേക് എക്സ്പ്രസിന്റെ 1ാമത്തെ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ.